അഭിനയം നമ്മുടെ ഒരു ലഹരിയാണ്. അപ്പൊ ഏത് കഥാപാത്രങ്ങൾ കിട്ടുന്നോ സിനിമ അഭിനയം തുറന്നു കൊണ്ടുപോകണമെന്നുണ്ട്. എല്ലാ അഭിനയവും തുറന്നു കൊണ്ടുപോകുന്നുണ്ട്. എല്ലാ അഭിനയ വേദിയോടും താല്പര്യമാണ്. സിനിമയോട് കുറെ കൂടുതൽ താല്പര്യം കൂടുതൽ. ഇങ്ങോട്ട് വാന്ന് ഞാനിവിടെ നിൽക്കുന്നൊന്നും നീ നോക്കണ്ട. നേരാമണ്ണിലെ വൈക്ക് തന്നെ പോയിക്കൂടെ? വെറുതെ എന്തിനും അതിലും വന്ന് ചാടിയിട്ട് കൈ കാലം പിടിച്ചിട്ട് അച്ഛനും പണി ഉണ്ടാക്കി വെക്കുന്നു. ശരിയല്ലേ? ഏടാന്ന് വെച്ചാൽ പോയിക്കോ. പഠിക്കുന്ന പിള്ളേരെ പഠിച്ചോട്ടെ. എന്തിനു വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? പ്രകൃതിയുടെ ഓരോ വികൃതികളെ. പ്രകൃതി നാരായണൻ സഖാവ് വയനാടൻ. അതെ പാപ്പച്ച, ഞാൻ പ്രകൃതി നാരായണൻ തന്നെയാ. അഭിനയ വൈഭവത്തിന്റെ ആഹ്ലാദം പകരുന്ന കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്ന് പതിറ്റാണ്ടുകാലം പ്രവാസ ജീവിതം നയിച്ച കാസർഗോഡ് ജില്ലയിലെ പനത്തടി സ്വദേശിയായ കൂക്കൽ രാഘവൻ ഇന്ന് മലയാള സിനിമയിലെ അറിയപ്പെടുന്ന അഭിനേതാവാണ്. പനത്തടി വിജയകലാസമിതിയിലെ അഭിനയ ജീവിതത്തിലേക്ക് രംഗപ്രവേശനം ചെയ്ത കൂക്കൽ രാഘവൻ ഇതിനകം 20ഓളം സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങളിൽ അഭിനയിച്ചു കഴിഞ്ഞു. ഇനിയും ഏതാനും സിനിമകൾ കൂടി റിലീസ് ചെയ്യാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കാസർഗോഡിന്റെ അഭിമാന താരമായി മാറിയ കൂക്കൽ രാഘവന്റെ അഭിനയ ജീവിതത്തിലേക്ക് പോകാം. ഞാൻ കൂക്കൽ രാഘവൻ, കാസർഗോഡ് ജില്ലയിലെ പനത്തടി സ്വദേശിയാണ്. പഴയ ഒരു കാർഷിക പാരമ്പര്യത്തിലുള്ള കുടുംബത്തിലാണ് ജനിച്ചത്. അച്ഛൻ്റെ പേര് കൂക്കൽ നാരായണ നായർ, അമ്മ പാട്ടിയമ്മ, രണ്ടുപേരും മരിച്ചുപോയി. ആദ്യമായിട്ട് അഭിനയിച്ച നാടകം പനത്തടി തന്നെയായിരുന്നു. ഞങ്ങളൊക്കെ കൂടി ഉണ്ടാക്കിയൊരു കലാസമിതിയാണ് വിജയകലാസമിതി. അതിൻ്റെ ആദ്യത്തെ നാടകം, ഞാൻ ചെയ്ത നാടകം ഗാന്ധീവം എന്ന നാടകത്തിൻ്റെ പേര് PINAത്ത് എഴുതിയ ഗാന്ധീവം നാടകത്തിൽ ഒരു സെമി കോമഡിയൻ്റെ പാർട്ട് എടുത്തിട്ടാണ് ഞാൻ ആദ്യമായിട്ട് രംഗത്തേക്ക് വരുന്നത്. പിന്നെ വിജയകലാസമിതിയിൽ തന്നെ 3-4 വർഷം അടുപ്പിച്ചടുപ്പിച്ച് ഒരുപാട് നാടകങ്ങൾ ചെയ്തു. അഭിനയ ജീവിതത്തിലേക്ക് രംഗപ്രവേശനം എന്ന് പറയുമ്പോൾ എനിക്കൊരു 17 വയസ്സ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ പനത്തടിയിൽ വിജയകലാസമിതി ഒരു കലാസമിതി നമ്മളെ രൂപം കൊടുത്താണ്. ആ കലാസമിതി നാടകം ഗാന്ധീവം എന്ന് പറയുന്ന നാടകം നമ്മുടെ പനത്തടി തന്നെ അഭിനയിച്ചു. അപ്പൊ അതിനുമുമ്പ് എങ്ങനെയോ ഈ സ്പാർക്ക് മനസ്സിലുണ്ടായിരുന്നു. കാരണം എൻ്റെ അച്ഛൻ നാട്ടുപ്രമാണിയൊക്കെ ആയിരുന്നു. പഴയ തമ്പുരാന്റെ പാരീസ്, രാജാവിന്റെ പാരീസിലൊക്കെയാണ്. അപ്പം അക്കാലത്ത് നമ്മൾ നാടകം കാര്യങ്ങൾ വീട്ടിൽ പറയാറില്ല. പക്ഷെ നമ്മൾ കൃഷി ചെയ്തതുകൊണ്ട് കാവൽ കിടക്കുന്ന സമ്പ്രദായം. അപ്പൊ രാത്രി ഭക്ഷണം കഴിച്ച് സന്ധ്യക്ക് കാവലെടുത്തപ്പോൾ അവിടെ നിന്ന് നമ്മൾ 8 കിലോമീറ്റർ പനത്തടി ചുള്ളിക്കടുത്ത് നടന്നു പോയിട്ട് നാടകം നോക്കാൻ പറ്റും. ഞാനേ കഴിഞ്ഞ് ബാധിച്ചു ചെറുപ്പതാകുന്നത് എങ്ങനെയോ മനസ്സിലാവുന്ന താല്പര്യം വന്നിട്ട് അങ്ങനെ നാടകം കണ്ടു. പിന്നെ നാടകത്തിൽ അഭിനയിക്കാനുള്ള ഒരു തോന്നി. പിന്നെ അവിടെ കലാസമിതി ഉണ്ടാക്കി അവിടെ നമ്മൾ അഭിനയം തുടങ്ങി. നാടകം അഭിനയിച്ച് ആദ്യത്തെ നാടകം 17ാമത്തെ വയസ്സിൽ പനത്തടിയിൽ അഭിനയിക്കുമ്പോൾ തന്നെ ഒരു ടീമുണ്ടായിരുന്നു. ഒരു ബാലൻ നായർ, കുഞ്ഞമ്പു നായർ, CK അരവിന്ദ് ആശക്കുറുപ്പ്, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ കൂടെയുള്ളൊരു അവരുടെ കൂടിയാണ് നമ്മൾ നാടകം അഭിനയിക്കുമ്പോൾ ഒരു ടീം സ്പിരിറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പനത്തടിയിൽ നിന്ന് സ്വന്തം നാട്ടിൽ പുറത്തേക്ക് ഇതിലൊരു നടനുണ്ട് എന്ന് മനസ്സിലാക്കി പുറത്തേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയത് ആദ്യം ചന്ദ്രാലയം നാരായണൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നാടക സംവിധായകൻ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ വട്ടയങ്ങാനത്തുണ്ടായിരുന്നു. അദ്ദേഹം സ്റ്റേജ് ഇന്ത്യയിലേക്ക് അഭിനയിച്ച ഒരു വലിയൊരു സംവിധായകനും ആക്ടറൊക്കെ ആയിരുന്നു. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ എന്നിൽ ഒരു നടനുണ്ട് എന്ന് കണ്ടെത്തിയ മനുഷ്യൻ. 84 വരെ കാസർഗോഡ് ജില്ല, അന്ന് കാസർഗോഡ് ജില്ല ആയിട്ടില്ല, കണ്ണൂർ ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും അമേച്ചർ നാടകങ്ങൾ അഭിനയിച്ചു. 84 ഞാൻ ഗൾഫിലേക്ക് പോവുകയായിരുന്നു. പിന്നെ 2018 വരെയും ഗൾഫിലായിരുന്നു. അവിടെ ഒരു 2-3 കമ്പനികൾ മാറി മാറി ജോലി ചെയ്തു. സർവീസ് സ്റ്റേഷൻ സൂപ്പർവൈസറുടെ ജോലിയായിരുന്നു ആദ്യമൊക്കെ. അത് കഴിഞ്ഞിട്ട് ഒരു ഫ്യൂൽ കമ്പനിയിൽ മാനേജറായിട്ട് 10 വർഷം വർക്ക് ചെയ്തു. അതിനുശേഷമാണ് ഗൾഫ് വിട്ടിട്ട് നാട്ടിലേക്ക് വന്നത്. 2018 നാട്ടിൽ സെറ്റിലായി. ഇവിടെ പറയാന്ന് വെച്ചാൽ ഈ നാടകത്തിന്റെ അസുഖം ഉള്ളത് കൊണ്ട് വീട്ടുകാരെ കൂടി പാക്ക് ചെയ്യുമെന്ന് പറയാൻ ഗൾഫിൽ പോയിട്ട് ഒരു ആദ്യത്തെ 10 വർഷക്കാലം ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല. ഞാൻ എന്തെങ്കിലും ഒരു കലാപരമായ കഴിവുണ്ടെന്നോ ഒന്നും ആരോടും ജോലി മാത്രമായിരുന്നു. 10 വർഷം കൂടി. ആ 10 വർഷം കഴിയുമ്പോൾ എൻ്റെ സുഹൃത്ത് നമ്മളെ പാടിയിലൊരു മതമുണ്ട്, മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം
പഠനകാലത്ത് ഗൾഫിൽ ബാച്ചിലേഴ്സ് താമസിക്കുമ്പോൾ തിരുവനന്തപുരമുള്ള ആള് കാസർഗോഡുകാരൻ്റെ വീട്ടിൽ കാസർഗോഡുകാരൻ്റെ വീട്ടിലുള്ള ആളുടെ വീട്ടിൽ പോകും ഒരു റൂമിൽ താമസിച്ചത്. കാരണം ഒരു പൊതി മേടിച്ചു കൊടുക്കും. അത് പോകുന്നതിന് ഒരു ചടങ്ങാണെന്ന്. അങ്ങനെ ഈ മാധവന്റെ വീട്ടിൽ വന്നിട്ട് നോക്കുമ്പോഴത്തെ ഈ പഴയ നാടകത്തിന്റെ ഫോട്ടോ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടു വന്നിട്ട് തിരിച്ച് അവിടെ വന്നിട്ട് ഞാൻ ഷാർജ ഇന്ത്യൻ അസോസിയേഷനിലൂടെ പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട് ഇവിടെ, ഇയാൾ നാടകത്തെ കുറിച്ചാണ് അവിടുത്തെ ഒരു മാസം ഒരു കലാസംഘടന അസോസിയേഷന്റെ കീഴിലുണ്ട്. ആ സംഘടനയിൽ നിന്ന് ചേർത്തു. അവിടെ ഒരു നാടകം അഭിനയിച്ചു. ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു നാടകം. ആ നാടകം അഭിനയിച്ചു. ആ നാടകത്തിന് അങ്ങനെ ആൾക്കാർ കണ്ട് എല്ലാവരും പിന്നെ ഇന്ത്യൻ അസോസിയേഷനിലും ഷാർജയിലും ഗുജറാത്ത്, റാസൽഖൈമ, ദുബായ്, അബുദാബി വളരെ വലിയ നാടക മത്സരത്തിൽ ഞാൻ അഭിനയിക്കാൻ പോയിട്ടുണ്ട്. ഈ മാസത്തെ നാടകത്തെക്കുറിച്ചാണ് പോയിട്ടുണ്ട്. അവസാനം ചെയ്തത് അദ്രി കന്യ എന്നൊരു നാടകമായിരുന്നു. നമ്മൾ മഞ്ജുവിന്റെ ഡയറക്ഷനിൽ അബുദാബിയിൽ ഈ ഭരത് വലിയ നാടകോത്സവത്തിന് 2017 നാട്ടിൽ ചുള്ളിക്കര ഉള്ള പള്ളി, അയറോട്ടുള്ള പള്ളിയിൽ ഈ പള്ളിയിലൊക്കെ തിരുനാളിൽ നാടകം നയിക്കാനൊരു എൻ്റെ ഒരു സുഹൃത്ത് പോലെ അങ്ങനെയായിരുന്നു. ആ പള്ളിയിലുള്ള ഒരു ചെറുപ്പക്കാരുടെ ഫ്രണ്ട്സാണ് ഇപ്പോഴും അതെ. അപ്പോൾ അവരുടെ ആ പ്രിൻസിപ്പിൾ ഇവിടെ നാടകം. അതേപോലെ ഗൾഫിൽ ഉണ്ടാകുമ്പോൾ ഒരു മാർത്തോമ പള്ളിയിൽ ഇതേപോലെ ഒരു നാടകത്തിൻ്റെ അവസരം വന്നപ്പോൾ ആരോ പറഞ്ഞു അറിഞ്ഞിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ അവിടെ വിശുദ്ധ പൗലോസ് സെന്റ് പോൾ ആ ക്യാരക്ടറുകൾ ഭംഗിയായിട്ട് അവതരിച്ചു. അവിടെ 5-6 പള്ളികളിൽ ഈ നാടകം അഭിനയിച്ച് നല്ല പ്രേക്ഷകരുടെ ഇഷ്ടപ്പെട്ട പ്രശംസ എന്ന് എന്നൊക്കെ അറിയാം. ഭയങ്കര കൈരിയായിരുന്നു. അങ്ങനെ സെന്റ് പോളിൻ്റെ റോള് ഞാൻ ഭംഗിയായി ചെയ്യുമായിരുന്നു. പിന്നെ പള്ളിയച്ചൻ്റെ റോള് ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഗൾഫിൽ ഈ ക്രിസ്ത്യൻ പള്ളിയിൽ കുറേ നാടകം അഭിനയിക്കാനുള്ള ഒരവസരം ഉണ്ടായിരുന്നു. ഒരു 10-12 വർഷം ഷാർജയിൽ ഇന്ത്യൻ അസോസിയേഷനിൽ മഹാകവി പി കുഞ്ഞിരാമൻ നായരുമായിട്ട് ബന്ധപ്പെട്ട ഒരു വർഷം നടക്കുന്ന ഒരു സപ്തതി ആഘോഷം നടന്നിരുന്നു. അന്ന് അവിടെ വലിയ പ്രൗഢഗംഭീരമായ ഒരു സദസ്സിന്റെ മുമ്പിൽ മഹാകവി പി കുഞ്ഞിരാമൻ നായരായിട്ട് അഭിനയിക്കാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നു. അതിന്റെ സംവിധായകൻ രൂപേഷ് തിക്കോടിയായിരുന്നു. ആ നാടകത്തില് മഹാകവി പി കുഞ്ഞിരാമൻ നായർ അഭിനയിച്ചു. അതിന്റെ സദസ്സിൽ സുകുമാർ അഴീക്കോട്, റോസ്മേരി പെരുവന്താനം, സുകുമാരൻ, അങ്ങനെ എണ്ണം പറഞ്ഞ ഒരുപാട് സാഹിത്യകാരന്മാരിരുന്ന ഒരു സദസ്സിന്റെ മുമ്പിലായിരുന്നു കളിച്ചത്. ആ കൂട്ടത്തിൽ മഹാകവിയുടെ മകനും ഉണ്ടായിരുന്നു, രവീന്ദ്ര മാഷും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നല്ലൊരു അഭിപ്രായം കിട്ടി. അത് കഴിഞ്ഞ് എല്ലാം മറന്ന് ഒരു 5 വർഷം കഴിയുമ്പോൾ കാഞ്ഞങ്ങാടിനടുത്ത് വെള്ളിക്കോത്ത് മഹാകവിയുടെ നാട്ടില് ഇതേപോലെ ഇദ്ദേഹത്തിന് ഈ ഒരു നാടകം അവതരിപ്പിക്കാൻ താല്പര്യം വന്നു. മഹാകവി പി ഫൗണ്ടേഷന്റെ ആൾക്കാർ എന്നെ ഈ രവീന്ദ്രൻ മാഷ് അദ്ദേഹം ആദ്യം നാടകം കണ്ടതുകൊണ്ട് എന്നെ തന്നെ കവിയായിട്ട് അഭിനയിക്കണം എന്ന് പറഞ്ഞ് എനിക്ക് റിട്ടേൺ ടിക്കറ്റൊക്കെ തന്ന് ഷാർജയിൽ ലീവ് എടുത്ത് വന്നിട്ട് ഇവിടെ അഭിനയിച്ചിട്ട് പോയ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ചന്ദ്രപ്രകാശ് ആയിരുന്നു അതിന്റെ ഡയറക്ടർ. പക്ഷെ എനിക്ക് ഒരു കാലത്തും സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നത് ഒരു വിശ്വാസം ഇതിലുണ്ടായിട്ടില്ല, ചിന്താഗതി ഉണ്ടായിട്ടില്ല. കാരണം നമുക്ക് അപ്രാപ്യമായ ലോകമാണ് സിനിമ എന്നായിരുന്നു എൻ്റെ കൂടുതൽ ചിന്താഗതി. പക്ഷെ എനിക്ക് സിനിമ അഭിനയം വന്നത് ഞാൻ അറിയാണ്ട് ഒരു സ്വപ്നത്തിൽ എന്ന പോലെ ഇറങ്ങി വന്നിരിക്കുന്ന മാതിരിയാണ് എനിക്ക് സിനിമ അഭിനയം കൊണ്ടുതന്നത്. കാരണം 2016 ഞാൻ ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന് പറഞ്ഞ സിനിമ, അതിന്റെ സ്റ്റോറി 98% ഗൾഫിൽ ദുബായ് സംഭവിച്ചതാണ്. അപ്പൊ അതിന്റെ ഒരു ഷൂട്ടിങ്ങിന് 52 എണ്ണം അടങ്ങിയ ഒരു സംഘം വിനീത് ശ്രീനിവാസന്റെ കേരളത്തില് ദുബായിലെത്തി. അപ്പോ അന്ന് 2 പേര് വരുന്നത് ചെന്നൈയിലായിരുന്നു. ചെന്നൈയിൽ വരുന്ന ദുർഗം വാസുദേവൻ വരും അടുത്ത വില്ലൻ റോൾ അഭിനയിക്കാനും പിന്നെ ഞാൻ അഭിനയിക്കാത്ത വേറെ ആളുകളൊക്കെ വരേണ്ടിയിരുന്നത്. അപ്പൊ അവർക്കൊന്നും വരാൻ പറ്റാത്തതുകൊണ്ട് ഇവർക്ക് 2-3 ആൾക്കാരുടെ ഷോർട്ടേജ് വന്നപ്പോൾ ഒരു ഗൾഫിൽ തന്നെ അഭിനയിക്കുന്ന കലാകാരന്മാരുടെ ഒരു സെർച്ച് നടത്തി. അങ്ങനെ ഞാൻ മുമ്പ് അഭിനയിച്ച ടെലിഫിലിമിന്റെ ഡയറക്ടർ ഒരു മുസ്താഖ് കാരിയാർ ഉണ്ടായിരുന്നു. അയാളാണ് എന്നെ പറ്റി അവർക്കൊരു ഹിന്ദു വെഡിങ്ങിന് ഒരാളുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ദിനേശ് പ്രഭാകർ എന്ന് പറഞ്ഞ നടനായിരുന്നു അതിന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ. അങ്ങനെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു നാളെ ഉച്ചയ്ക്ക് 2 മണിക്കൊന്ന് ദുബായ് ന്യൂസ് ഹോട്ടലിൽ കെട്ടാൻ വേണ്ടി പറ്റുമോ, വിനീത് ശ്രീനിവാസൻ ഒന്ന് കാണണമായിരുന്നു തോന്നുന്നു. ഹീൽ കരയത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെലിഫിലിം ഡയറക്ടർ ദുബായിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ ഈ ഷഹീൽ കരയത്തിനാണ് ദിനേശ് പ്രഭാകറുമായിട്ട് പരിചയം ഉണ്ടായിരുന്നത്. അതേസമയം ഷഹീൽ കരയത്തിന്റെ ഫ്രണ്ടാണ് മുസ്താഖ് കാരിയാർ. അപ്പോ എന്റെ പേര് ദിനേശ് പ്രഭാകറിന്റെ അടുത്ത് അവതരിപ്പിക്കുന്നത് ഷഹീൽ കരയത്തായിരുന്നു. ഞാനത് സന്തോഷത്തോടെ പോയി എന്നെ ഒരു ചെറിയ സീൻ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. കാണിച്ചു കൊടുക്കാൻ അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ തന്നെ സെലക്ടായി. സ്ക്രിപ്റ്റ് വന്നു, കോസ്റ്റ്യൂം ഒന്ന് അളവെടുത്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു. നാളെ എല്ലാം പറഞ്ഞു. 2ാമത്തെ ദിവസം ഞാൻ ആദ്യത്തെ സീൻ അഭിനയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിയത്.
കുലിക്കുന്ന നടന്നാലുണ്ടല്ലോ ഇത് നിനക്കുള്ള അവസാനത്തെ വാണിങ്ങ കേട്ടല്ലോ. പക്ഷേ നിങ്ങൾ വേണ്ടാത്ത വർത്തനം പറഞ്ഞേ, നമ്മളെ കച്ചവടം പൊട്ടിക്കാനാ. കച്ചവടം പൊട്ടിക്കാനല്ല, ഡിസിപ്ലിൻ പഠിപ്പിക്കാൻ. ഞാനതിനൊന്നും എതിരല്ല. എതിരല്ലോ. അത് പറ്റി ഇങ്ങ വാ. ഞാനാ ഒന്നല്ല നിന്നെ വീട്ടിൽ എന്നെ തന്നെ. ഇവൻ വരൂല, ഞാൻ വരാം. ഞാൻ വന്നല്ലോ. ഇനി എന്താക്കാടെ മാഷ ചെക്കന്മാർ അച്ചടക്കൊന്നുമില്ലാണ്ട് അവിടെ കിടന്ന് കളിക്കുന്നത് കണ്ടില്ലേ? കുട്ടിയൊക്കെ ഒരു ഡിസിപ്ലിനും ഇല്ല. എങ്ങനെ പോയാൽ അവസ്ഥ എന്താണ്? നിർത്തിക്കളാ. ആദ്യം ഇഞ്ഞ സ്കൂളിൽ കയറി, എന്നിട്ട് പിള്ളേരെ ഞാൻ പഠിക്കാൻ. കയറിയിട്ട് എന്താക്കാനാ മാഷെ? ഏത് സ്കൂളാ മാഷെ ഫസ്റ്റ് പീരീഡ് PT ഉള്ളത്? മാഷകൾ ഇങ്ങനെ പക്ഷേ ഒരു കുലുക്കി എടുക്കട്ടെ. സലാമേ, ഇനി അധികം കുലിക്കാൻ നിക്കല്ലേ, എന്റെ പീടിയ ഞാൻ പൊട്ടിക്കുവേ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാന്ന്. ഞാനിവിടെ നിൽക്കുന്നൊന്ന് നീ നോക്കണ്ട. നേരാ മണ്ണുള്ള വൈക്ക് തന്നെ പോയിക്കൂടെ? വെറുതെ എന്തിനും അതിലും വന്ന് ചാടിയിട്ട് കൈയും കാലും പൊളിച്ചിട്ട് അച്ഛനും അമ്മക്കും പണി ഉണ്ടാക്കി വെക്കുന്നത് ശരിയല്ലേ? ഏടാന്ന് വെച്ചാ പോയിക്കോ. പഠിക്കുന്ന പിള്ളേർ പഠിച്ചോട്ടൊന്നു. എന്തിന് വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? നേരത്തേക്കായിരുന്നു തീരുമാനിച്ചിട്ടില്ല. എന്തല്ല മനുഷ്യ കാലം പോയ പോകും. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ സ്കൂളിന്റെ ഏറ്റവും അഭിമാനകരമായ സന്തോഷകരമായ ഒരു ദിവസത്തിലാണ് നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം കോഴിക്കോട് വെച്ച് നടന്ന ചിത്രരചനാ മത്സരത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് അമലയും LP വിഭാഗത്തിൽ നിന്ന് അഖിൽ പ്രകാശുമാണ് ഒന്നാം സമ്മാനം നേടിയത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് ഒന്നാം സമ്മാനം നേടിയ അമലയെ സർട്ടിഫിക്കറ്റും ഉപഹാരവും സ്വീകരിക്കാൻ വേണ്ടി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി LP വിഭാഗത്തിൽ നിന്ന് ചിത്രരചനാ മത്സരത്തിൽ ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയ അഖിൽ പ്രകാശിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അഖിൽ മോനെ കേറുക. എന്റെ അനിയനല്ല അത്, അച്ഛൻ്റെ മോൻ. എന്താലേ ഗുഡ് ബോയ്. അപ്പൊ ഇനി പറയാൻ പോകുന്നത് വരാൻ പോകുന്ന എക്സാമിനെ കുറിച്ചാണ്. സിനിമാ രംഗത്തുള്ള അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം അഭിനയിച്ച് ജേക്കബിന്റെ സ്വർഗരാജ്യത്തിന്റെ ഒരു അനുഭവം തന്നെ വിനീത് ശ്രീനിവാസനായിരുന്നു സംവിധാനം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ഒരു ഇടപെടലും ആ സ്നേഹവും ആ ഒരു എന്താ പറയാ നമ്മളോട് ഒരു ഭയങ്കര സ്നേഹത്തോടും ബഹുമാനത്തോടും ആദരവോടും കൂടിയുള്ള സംസാര രീതിയും ഇടപെടലും ഒക്കെ ആയിരുന്നു. എനിക്കത് ആ കഥാപാത്രം ബൂസ്റ്റ് ചെയ്യാനുള്ള കാരണം തന്നെ അദ്ദേഹത്തിന്റെ ഒരു പെരുമാറ്റമാണ്. സാധാരണ ഒരു പുതിയ നടൻ വരുമ്പോൾ പുതിയ നടനോട് സംവിധായകൻ എങ്ങനെ പെരുമാറുന്നൊക്കെ പല തരത്തിലും വളരെ ബുദ്ധിമുട്ടുന്ന ചില അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ സ്നേഹത്തോടു കൂടിയായിരുന്നു. വളരെ നന്നായിട്ട് നമ്മളുള്ള എന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകത വിനീത് ശ്രീനിവാസൻ ഉണ്ടാകും. ഇതുവരെ അഭിനയിച്ച സിനിമകളിൽ ഏറ്റവും ശ്രദ്ധേയമായ വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോഴും ജേക്കബിന്റെ സ്വർഗരാജ്യം തന്നെയാണ്. ആൾക്കാർ തിരിച്ചറിയുന്നതും ശ്രദ്ധിക്കപ്പെടുന്നതായ ഒരു വേഷം അത് തന്നെയാണ്. പക്ഷെ ഞാൻ ത്രൂ ഔട്ട് റോൾ ചെയ്തിരിക്കുന്ന ഹെലൻ അദ്ദേഹത്തെ പറയാൻ വിട്ടുപോയ സിനിമയാണ്. ഹെലനിലാണ് ഞാൻ ത്രൂ ഔട്ട് റോൾ ചെയ്തിരിക്കുന്നത്. തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള കഥാപാത്രം. അത് മാത്രമല്ല എൻ്റെ പേരിൽ തന്നെയാണ് രാഘവട്ടൻ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. അത് അങ്ങനെ എഴുതിയതാണ്. അതിലാണ് ത്രൂ ഔട്ട് റോൾ ചെയ്തിരിക്കുന്നതും ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടിയതും ഹെലനിൽ തന്നെയായിരുന്നു. അപ്പം ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രം ഇപ്പോൾ ആൾ ഓർത്തിരിക്കുന്നത് ഈ ജേക്കബിന്റെ സ്വർഗരാജ്യം തന്നെയാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അമ്പോ നല്ല അടിയാണല്ലോ. ഇല്ല മോളെ, കഴിഞ്ഞു പോ. നീ ക്ലാസ്സിൽ ഇന്ന് ഇല്ല, സ്റ്റഡി ലീവാ. മോളെ, അമ്മേന്റെ മരുന്ന് വല്ലതും തീർന്നുണ്ടോ നോക്കി പറയണേ. പറയാതെ. കിട്ടുന്നില്ല, സ്വിച്ച് ഓഫാ. പോളെ, ഓന്റെ അഡ്രസ് കയ്യിലുണ്ടല്ലോ, നമുക്ക് എന്റെ വീട്ടിലും കൂടെ പോയിരുന്നു അന്വേഷിച്ചാലോ? അല്ല, അങ്ങനൊന്നും ഉണ്ടാകുന്നില്ല. എന്നാലും മോളെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കിട്ടിയാലോ? പോവാ.
അസറിനെ ഒന്ന് കാണാൻ വേണ്ടിട്ടായിരുന്നു. എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഓനിവിടെ ഇല്ലല്ലോ. ഒരു ജോലി കിട്ടി ചെന്നൈക്ക് പോയിരിക്കോ. എപ്പോഴാ പോയത്? ഇന്ന് രാത്രി വണ്ടിക്ക് പോയി. പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഒന്നും പറഞ്ഞൊന്നുമില്ല. എന്താ, എന്തേലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. ഓനെങ്ങാനും വിളിച്ചാല് മറക്കാതെ ഈ നമ്പറിൽ നിന്ന് വിളിക്കാൻ പറയണം. ആളൊക്കെ വിളിക്കുകയാണെങ്കിൽ ഈ നമ്പർ കൊടുക്കാൻ മറക്കരുത്. പോൾന്ന് പറഞ്ഞാൽ മതി. അസറിനറിയാം. ഇതുവരെ അഭിനയിച്ച സിനിമകളുടെ ഓർമ്മയിൽ നിന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ജേക്കബിൻ്റെ സ്വർഗരാജ്യം, 2 തൃശ്ശൂർ പേരൂർ ക്ലിപ്തം, കക്ഷി അമ്മിണിപ്പിള്ള, സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ, 3-ാം പ്രളയം, ഹെലൻ, മോപ്പാള, സർക്കാസ് തൃക്ക 2020, പിന്നെ കനകം കാമിനി കലഹം, നാരദൻ, പ്രകാശൻ പറക്കട്ടെ, പ്രിയൻ ഓട്ടത്തിലാണ്, ഇ ഡി ഇപ്പം ഇറങ്ങാനുള്ള സിനിമയാണ്. അങ്ങനെ മൊത്തം ഒരു 18ഓളം സിനിമയിൽ ഇപ്പോൾ അഭിനയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജേക്കബിൻ്റെ സ്വർഗരാജ്യം സിനിമയുടെ 111-ാം ദിവസം എറണാകുളം നഷ്വാൻ ഹാളിൽ ആഘോഷിക്കുമ്പോൾ എനിക്ക് നിവിൻ പോളിയുടെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് സ്വീകരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നാടൻ ഭാഗത്ത് നമ്മുടെ കേരളത്തിലെ പല സംഘടനകളും വിളിച്ച് എന്നെ ആദരിച്ചിട്ടുണ്ട്, അനുമോദിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും ഈ കൊല്ലം ഒരു 6-7ഓളം സംഘടനകളെ ആദരിച്ചിട്ടുണ്ട്. ഒരുപാട് ഉദ്ഘാടനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഈ സിനിമയുടെ പേരിൽ കിട്ടിയ നേട്ടങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതൊക്കെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. സിനിമയിൽ കയറുന്നതിന് മുമ്പ് ഞാൻ ഷാർജയിൽ ഉണ്ടാകുന്ന ഒരു ടെലിഫിലിം, ഒരു 15ഓളം ടെലിഫിലിമും ഷോർട്ട് ഫിലിമായി ചെയ്തിട്ടുണ്ട്. അതിൽ യാത്രാമധ്യേ എന്ന് പറഞ്ഞൊരു ടെലിഫിലിം ഉണ്ടായിരുന്നു. അത് നമ്മുടെ മുസ്താഖ് കാരിയാടൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഇപ്പോഴും ഗൾഫിലെ ഒരു സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ ഉണ്ടായിരുന്ന ഒരു ടെലിഫിലിമായിരുന്നു യാത്രാമധ്യേ. അതിൽ അഭിനയിച്ചതിന് എനിക്ക് അടൂർ ഗോപാലകൃഷ്ണൻ്റെ അസിസ്റ്റൻ്റായിരുന്ന VP വിജയൻ, അങ്ങനെ ഒരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ജൂറി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിലെനിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടിയിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് കിട്ടിയിരുന്നു. പിന്നെ വീട്ടിൽ ഭാര്യ ജയശ്രീ, ഗൾഫിലായിരിക്കുമ്പോൾ ജയശ്രീ ടീച്ചറായിരുന്നു. അവിടെ നല്ല ഒരു 24ഓളം രാജ്യങ്ങളിലെ കുട്ടികളെ പഠിപ്പിച്ച ഇൻ്റർനാഷണൽ സ്കൂളിൽ ടീച്ചറായിരുന്നു 8 വർഷത്തോളം കാലം. പക്ഷെ നാട്ടിൽ പിന്നെ അമ്മക്ക് സുഖമില്ലാതൊക്കെ വന്നപ്പോൾ അമ്മയെ നോക്കാൻ വേണ്ടി ജോലിയൊക്കെ വിട്ട് നാട്ടിൽ വന്ന് സെറ്റിലാവുകയായിരുന്നു. അവളിപ്പോഴും വീട്ടിലുണ്ട്, ഇപ്പോൾ നാട്ടിൽ വർക്ക് ചെയ്യുന്നില്ല. പിന്നെ 2 മക്കളാണ്. മൂത്ത മകൻ ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ കോഴ്സ് ആർട്ടിക്കിൾഷിപ്പ് ചെയ്യാണ് ബാംഗ്ലൂർ, അവർ തീരാൻ കുറച്ച് ബാക്കിയുണ്ട്. 2ാമത്തെ മകൻ പൊയിനാച്ചിയിൽ സെഞ്ചുറിയിൽ ഡെൻ്റൽ ഡോക്ടറായിട്ട് പഠിക്കാൻ അവൻ്റെ ഇൻറ്റേൺഷിപ്പ് കഴിയാറായി. മൂത്ത മകൻ വിഷ്ണു കൂക്കൽ, അവനാണ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ കോഴ്സ് ചെയ്യുന്നത്. 2ാമത്തെ മകൻ വിനായക് കൂക്കൽ, അവൻ ഡെൻ്റൽ ഡോക്ടർ. ഞങ്ങൾ മൊത്തം 6 പേരാണ് സഹോദരങ്ങൾ. അതിൽ മൂത്ത ആൾ ദാക്ഷായണി, ഹൗസ് വൈഫാണ് പരപ്പയിൽ. 2ാമത്തെ ആൾ രമണി, അത് മാലോത്താണ്, ഹൗസ് വൈഫാണ്. 3ാമത്തെ പെങ്ങൾ, ഇളയ പെങ്ങൾ കാഞ്ഞങ്ങാടാൻ രുക്മിണി ദാമോദരൻ എന്ന് പറയും. അവൾ ഹസ്ബൻഡ് മരിച്ചുപോയി. ഇപ്പം കുറച്ച് ആത്മീയതയും കാര്യങ്ങളൊക്കെ കുറേ യോഗയുടെ ക്ലാസ്സും കാര്യങ്ങളായിട്ട് ചെയ്തു പോകുന്നു. പിന്നെ ഇളയ അനിയൻ പൂക്കൾ രാമചന്ദ്രൻ അമ്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാനായിരുന്നു. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തി. ഒരുപാട് ഏതാണ്ട് 4 വർഷം കൊണ്ട് 20 കോടി രൂപയുടെ ചാരിറ്റി കാസുകൾ ചെയ്ത ആളായിരുന്നു. അപ്പോൾ അവൻ്റെ ദുബായിലെ കമ്പനിയിൽ കിട്ടുന്ന വരുമാനത്തിൽ 33% ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ച് 4 വർഷം കൊണ്ട് ഒരു 10-25 ആൾക്കാർക്ക് 4 സെന്റ് സ്ഥലവും വീടും ഒക്കെ വെച്ചു കൊടുത്തു. ഓരോ കുടുംബ ആശുപത്രിക്കും അതുപോലെ ഹരിജൻ കോളേജിൽ വെള്ളത്തിൻ്റെ സപ്ലൈയുടെ സിസ്റ്റം സ്ഥാപിച്ചു. അങ്ങനെ കുറേ അത് പെട്ടെന്ന് 51ാമത്തെ വയസ്സിലെ ആള് പോയി. എൻ്റെ നേരെ അനിയനായിട്ടുള്ള പൂക്കൾ ബാലകൃഷ്ണനാണ്. അവൻ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ്റെ സംസ്ഥാന ചെയർമാനൊക്കെയാണ്. ബിൽഡപ്പ് കാസർഗോഡിൻ്റെ ചെയർമാനാണ്. ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റീസും ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ ചെയ്യുന്ന ആളാണ് ഈ അനിയൻ ബാലകൃഷ്ണൻ. ഇടയ്ക്ക് ഇങ്ങനെ ഒരു നാടൻ പാട്ട് അതൊക്കെ പാടും. ചില പ്രസംഗിക്കാനാകുമ്പോൾ ചില 2 പേരും ഇങ്ങനെ പാടും. അതിലൊന്ന് സാധാരണ പാടുന്ന ഒരു സിനിമ പാട്ട് എന്ന് പറയുമ്പോൾ, പൊന്നു വീതച്ചാലും പവിഴം മേധിച്ചാലും പുറവേല പൂലയ്ക്ക് പഴങ്കഞ്ഞി
ഇല്ലം നിറഞ്ഞാലും വല്ലം കുമിഞ്ഞാലും കുമ്പാളക്കുറുമനോരിരുന്നാഴി ഉലകേഴും വാഴും ഉടയോനെന്നാലും അത്താഴം തേടും അടിയാനെന്നാലും ഒടുക്കമൊന്നുറങ്ങാനാറടി മണ്ണാണേ ഒടുക്കമൊന്നുറങ്ങാനാറടി മണ്ണാണേ പൊന്നു വിതച്ചാലും പവിഴം മെതിച്ചാലും പുറവേല പൂലയ്ക്ക് പഴങ്കഞ്ഞി. ഇപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് റിലീസാവാൻ ബാക്കിയുള്ള സിനിമ ഈടിയാണ്. അമീർ പള്ളിക്കൽ സംവിധാനം ചെയ്യുന്ന സുരാജ് കുഞ്ഞാറമ്മൂട് മെയിൻ വേഷത്തിലും മറ്റേ സുധീർ കരമന, വിനയ പ്രസാദ്, ഗ്രേസ് ആന്റണി ഇവരൊക്കെ അഭിനയിക്കുന്ന ഒരു പടം. നല്ല പടമാണ്. ഞാൻ സുരാജ് കുഞ്ഞാറമ്മൂടിൻ്റെ അച്ഛൻ സുധീർ കരമനയുടെ സുഹൃത്തായിട്ടാണ് അഭിനയിക്കുന്നത്. പിന്നെ നല്ലൊരു പ്രൊജക്റ്റാണ്, നന്നായിട്ട് വരും. ഈ സിനിമയാണ് ഇപ്പോൾ ഇറങ്ങാൻ ബാക്കിയുള്ളത്. പിന്നെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കാൻ ഒന്ന് രണ്ട് സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പം കാസർഗോഡ് ജില്ലയിൽ തന്നെ നടക്കാൻ പോകുന്നതിലും ഞാൻ ഭാഗവാക്കായിട്ടുണ്ട്. ഇനിയിപ്പം പ്രത്യേകിച്ച് അങ്ങനെ ആഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ സിനിമ അഭിനയം നമ്മുടെ ഒരു ലഹരിയാണ്. അപ്പോൾ ഏത് കഥാപാത്രങ്ങൾ കിട്ടുന്നോ സിനിമാഭിനയം തുടർന്നു കൊണ്ട് പോകണമെന്നുണ്ട്. എല്ലാ അഭിനയവും തുടർന്നു കൊണ്ട് പോകണമെന്നുണ്ട്. എല്ലാ അഭിനയ വേദിയോടും താല്പര്യമാണ്. സിനിമയോട് കുറേ കൂടുതൽ താല്പര്യം കൂടുതലാണ്. അപ്പം ഇനിയുള്ള ഭാവിയിലുള്ള ആഗ്രഹങ്ങളൊക്കെ സിനിമയിലൊക്കെ അഭിനയിച്ച് ഇങ്ങനെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ്. ഇതാര് തന്നെ ഇവിടെ എത്തിച്ച പ്രകൃതിയുടെ ഓരോ വികൃതികളെ. ഓ, പ്രകൃതി നാരായണൻ, സഖാവ് വയനാടൻ. അതെ പാപ്പച്ച, ഞാൻ പ്രകൃതി നാരായണൻ തന്നെയാ. ഇപ്പൊ പ്രകൃതിക്ക് വേണ്ടി പോരാടുന്നതുകൊണ്ട് നിങ്ങളെ പോലുള്ള ചിലർ കളിയാക്കി വിളിക്കുന്നതാണെങ്കിലും പേരിന്റെ മുമ്പിൽ പ്രകൃതി എന്ന് വെക്കുന്നത് എനിക്കൊരു അഭിമാനമാണ്. അല്ലാതെ മറ്റുള്ളവർ തന്നെ വിളിക്കുന്നത് പോലെ തായും പൂയും കൂട്ടിയൊന്നും അല്ലല്ലോ. ഒരുപാട് സഖാക്കളുടെ നാവ് അടക്കിയിട്ടാണ് തന്നെ പോലുള്ളവർ ഈ പ്രകൃതിയെ കൊന്നു കൊല വിളിച്ചത്. അതിന്റെ ഫലമാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഭൂമി മനുഷ്യന് വേണ്ടി ദൈവം സൃഷ്ടിച്ചതാ. അതിന്റെ ഉടയ മനുഷ്യനാ. മനുഷ്യന് വേണ്ടി കൂടിയാണെന്ന് പറ പാപ്പച്ച. കൊട്ടാരം കെട്ടാൻ വേണ്ടി താൻ കായൽ നികത്തിയപ്പോ ഞാനും ഷാജിയും എന്റെ സഖാക്കളും കൂടി വന്ന് തടഞ്ഞത് ഇന്ന് ഈ സ്ഥിതി വരാതിരിക്കാൻ വേണ്ടിയാ. താൻ പറയുന്ന കേട്ടാ തോന്നുമല്ലോ ഈ ദുരന്തമൊക്കെ ഉണ്ടാക്കിയത് ഞാനാണ്. അതേടോ, തന്നെ പോലുള്ളവരുടെ ചെയ്തികൾ തന്നെയാ ഇന്ന് ഈ സ്ഥിതി വരുത്തി വെച്ചത്. അത് തടയാൻ വന്നാലോ താൻ അവരെ കൊന്നു തള്ളും, അല്ലെങ്കിൽ പണം കൊണ്ട് വാമൂടും. അത് നോക്കിയേ, താൻ കാരണം അനാഥമായ ഒരു കുടുംബ. ഈ ഇരിക്കുന്നതിൽ എത്ര പേരെ താൻ ഉപദ്രവിച്ചിട്ടുണ്ടോ? തന്റെ ജീവനും കുടുംബത്തും തിരിച്ചു കിട്ടിയെങ്കിലും ബാക്കിയെല്ലാം പോയില്ലേ? എന്റെ തള്ള എന്നെ പെറ്റിട്ടപ്പോ എന്റെ കയ്യിൽ സ്വർണ്ണക്കരണ്ടി ഒന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടാക്കിയത് മുഴുവൻ ഞാനാ. അത് പോയാലേ ഇതാ അഹങ്കാരം തീരാറായില്ലേ പാപ്പച്ച? അതിന് എന്റെ അന്ത്യകൂദാശ കഴിയണം. ഒരു വല്ലാത്ത ജന്മം തന്നെ അനുഭവിക്കേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് വിരലമർത്തുക. നന്ദി.